സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ വാമനപുരം, കഴക്കൂട്ടം. നമുക്ക് വാമനപുരത്ത് നിന്ന് ആരംഭിക്കാം. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി DK മുരളി, UDF സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോട്ട്, NDA സ്ഥാനാർത്ഥി വേണു കാർണവർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാമനപുരത്ത് LDF സ്ഥാനാർത്ഥിയായ DK മുരളി 50% വോട്ട് വീതം നേടി വിജയിച്ച മണ്ഡലമാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വാമനപുരത്തെ സമ്മതിദായകർ ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും എപ്രകാരം വിശകലനം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, വോട്ടർമാരിലെ വിശ്വാസ്യത, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 3 ഘടകങ്ങളിലും UDF ആണ് 1ാം സ്ഥാനത്ത് വരുന്നത്. ഈ 3 ഘടകങ്ങളിലും LDF 2ാം സ്ഥാനത്തുമാണ്. എന്നാൽ യുവജന പിന്തുണയിലും നേതൃപാടവത്തിലും LDF ആണ് 1ാം സ്ഥാനത്ത് വരുന്നത്, UDF 2ാം സ്ഥാനത്ത്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും കീറി മുറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക ഇവിടെ ആര് ജയിക്കും, പരാജയപ്പെടും എന്ന് പ്രവചിക്കുകയാണ്. നമുക്ക് നോക്കാം. വാമനപുരത്ത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒരു ഫോട്ടോ ഫിനിഷ് ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ സുധീർ ഷാ പാലോട്ടിന് 42.25% വോട്ട് വീതവും LDF സ്ഥാനാർത്ഥിക്ക് 42.06% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. NDA സ്ഥാനാർത്ഥി ഏകദേശം 16% വോട്ട് വീതം നേടുമെന്നും പ്രവചിക്കുന്നു. ഇനി നമുക്ക് കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് പോവാം. ഒരു സ്റ്റാർ മണ്ഡലം എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ, UDF സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദ്, NDA സ്ഥാനാർത്ഥി V മുരളീധരൻ. 2021 തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വളരെ വ്യക്തമായ ലീഡ് നേടി ജയിച്ച ഒരു മണ്ഡലമാണ്. ഏകദേശം 46% വോട്ട് വീതമാണ് അദ്ദേഹത്തിന് അന്ന് അവിടെ ലഭിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ മുന്നണികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 പ്രധാന ഘടകങ്ങളിൽ കഴക്കൂട്ടത്തെ സമ്മതിദായകർ എങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും വിശകലനം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. എല്ലാ 5 ഘടകങ്ങളിലും ഈ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് LDF ആണ്. എന്നാൽ പ്രാദേശിക വികസനം, യുവജന പിന്തുണ, നേതൃപാടവം എന്നീ 3 ഘടകങ്ങളിൽ NDA ആണ് ഇവിടെ 2ാം സ്ഥാനത്ത്. വോട്ടർമാരിലെ വിശ്വാസ്യത, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 2 ഘടകങ്ങളിലും UDF ആണ് 2ാം സ്ഥാനത്ത്. ഓരോ സ്ഥാനാർത്ഥികളുടെയും ഓരോ മുന്നണികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളെ സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം കഴക്കൂട്ടം ആർക്കൊപ്പം. കഴക്കൂട്ടത്ത് LDFന് ഒരു നേരിയ ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്കയെ പ്രവചിക്കുന്നത്. ഏകദേശം 39% വോട്ട് വീതം നേടിക്കൊണ്ട് NDAക്ക് 36% വോട്ട് വീതവുമായി തൊട്ടുപുറകിലുണ്ട്. UDF സ്ഥാനാർത്ഥിക്ക് ഏകദേശം 26% വോട്ട് വീതമാണ് സെമിയോട്ടിക്കയെ പ്രവചിക്കുന്നത്. വീണ്ടും ഒരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.